നമസ്കാരം. 2025 മെയ് 4 തീയതി ഞായറാഴ്ച അനുഭവപ്പെടുന്ന ജ്യോതിഷീയ ഘടകങ്ങളനുസരിച്ച് എല്ലാ നക്ഷത്രക്കാരുടെയും ദിവസഫലം നമുക്ക് നോക്കാം. നക്ഷത്രാനുസൃത ദിവസഫലം. അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണ്. കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ശാരീരിക ക്ഷീണം അനുഭവപ്പെടും. വിശ്രമം ആവശ്യമാണ്. ചിലവുകൾ നിയന്ത്രിക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതുമാണ്. ഭരണി നക്ഷത്രം അതും മേടൻ രാശിയിലാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക. തലവേദനയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. സാമ്പത്തികം നിക്ഷേപങ്ങൾക്കായി അനുകൂല സമയമാണ്. കാർത്തിക നക്ഷത്രം മേടത്തിലും ഇടവത്തിലുമായാണുള്ളത്. പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ്. ആഹാരത്തിൽ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളവും കുടിക്കണം. വ്യാജ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. രോഹിണി നക്ഷത്രം ഇടവൻ രാശി. കരിയറിൽ പ്രവർത്തനത്തിൽ ശ്രദ്ധ വേണം. മിതമായ സമീപനം സ്വീകരിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ പ്രയോജനകരമായിരിക്കും. ചിലവുകൾ നിയന്ത്രിച്ച് ലാഭം നേടാനോ ആകും. മകയിരം ഇടവത്തിലും മിഥുനത്തിലുമാണുള്ളത്. കരിയറിൽ പുതിയ ചുമതലകൾക്ക് തയ്യാറാകേണ്ടി വരും. ആത്മവിശ്വാസം നിലനിർത്തുക. ഉറക്കക്കുറവ് ഒഴിവാക്കാൻ ശ്രമിക്കണം. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. തിരുവാതിര നാളുകാർക്ക് സംവേദനശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സഹപ്രവർത്തകരുമായി സഹകരിക്കുക. ജീവിതശൈലിയിൽ ശാരീരിക വ്യായാമം ഉൾപ്പെടുത്തണം. സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിച്ച് ലാഭം നേടാൻ കഴിയും. പുണർതം നാളുകാർ മിഥുനത്തിലും കർക്കടകത്തിലുമായിട്ടാണുള്ളത്. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടണം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ആരോഗ്യത്തിൽ ആഹാരത്തിൽ ശ്രദ്ധിക്കണം. കൂടുതൽ ജലമുള്ള ആഹാരങ്ങൾ കഴിക്കുക. സാമ്പത്തിക കാര്യത്തിൽ നിക്ഷേപങ്ങൾക്ക് മുമ്പ് ഒരു വിദഗ്ധനുമായി സംസാരിക്കേണ്ടതാണ്. പൂയം നാളുകാർക്ക് കരിയറിൽ പ്രവർത്തനത്തിൽ ശ്രദ്ധ വേണം. മിതമായ സമീപനം സ്വീകരിക്കേണ്ടതാണ്. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ പ്രയോജനകരമാക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ആയില്യം നാളുകാർക്ക് കരിയറിൽ പുതിയ ചുമതലകൾ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെ അത് പൂർത്തീകരിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുമാണ്. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വർദ്ധിക്കുന്ന ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അനുകൂലമായ ദിവസമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരവും ലഭിക്കും. സാമ്പത്തികപരമായി നല്ല ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യത്തിൽ പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷം നിലനിൽക്കും. കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യത്തെ 2 പാദങ്ങൾ. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ചിട്ടയോടും ശ്രദ്ധയോടും ചെയ്യേണ്ട ദിവസമാണ്. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ട ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ചിത്തിര കന്നി തുലാത്തിലാണ് വരുന്നത്. കരിയറിൽ സംവേദനശേഷി വർദ്ധിപ്പിക്കുക. സഹപ്രവർത്തകരുമായി സഹകരിക്കുക. ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം. ദിനചര്യയിൽ ശാരീരിക വ്യായാമം ഉൾപ്പെടുത്തുക. സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിച്ച് ലാഭമുണ്ടാകാനും കഴിയും. ചോതി നക്ഷത്രക്കാർക്ക് കരിയറിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുക. ആഹാരത്തിൽ ശ്രദ്ധ വേണം. കൂടുതൽ ജലമടങ്ങിയ ആഹാരം കഴിക്കുക. വ്യാജ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വൃശ്ചികൻ രാശിയിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർക്ക്. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് തീവ്രമായ ചിന്തകളും വികാരങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ വരുമാന സാധ്യതകളും തുറന്നു വരും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുക. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകുകയും ചെയ്യും. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യം നന്നായിരിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വേണ്ടിവരും. ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായി സൗഹൃദപരമായി പെരുമാറുക. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചതയം, പൂരിട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ആശയങ്ങളും ചിന്തകളൊക്കെ ഉദിക്കുന്ന ദിവസമാണ്.
നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരവും ലഭിക്കും. ജോലിസ്ഥലത്ത് പുതിയ ആശയങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. കുടുംബാംഗങ്ങളുമായി സ്നേഹം നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും. മീനൻ രാശിയിൽ പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്തരട്ടാതി രേവതി എന്നീ നാളുകാർക്കാണ്. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. ജോലിസ്ഥലത്ത് ശാന്തവും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം. അനാവശ്യമായുള്ള ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വിശ്രമമെടുക്കുക. കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക. ഇവ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും.